Assalamualaikum, welcome to my channel. ഇന്നത്തെ സ്പെഷ്യൽ മത്തങ്ങ വെച്ചുള്ള മഫിൻസ് ആണ്. ഇത് ഓവനിൽ വെച്ചിട്ടല്ല, സ്റ്റൗവിൽ വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇത്ര പോന്നൊരു കഷ്ണം മത്തങ്ങ എടുക്കുക. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇനി നമുക്കിത് കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിമ വെച്ച് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഇത് ഏകദേശം ഒരു 15 മിനിറ്റോളം വേണ്ടി വരും ഇതൊന്ന് വെന്ത് വരാൻ. അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ 15 മിനിറ്റായി നമുക്കിതൊന്ന് വെന്തിക്കണം നോക്കി നോക്കാം. അപ്പോൾ മത്തങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തവി വെച്ച് ഉടച്ചെടുക്കുക. ഈ മഫിൻസിന് ആവശ്യമുള്ള ഇപ്പോൾ 1.5 കപ്പ് മത്തങ്ങയാണ്. അപ്പോൾ ഈ ഒരു മുറിയിൽ നിന്ന് ഇപ്പോൾ വേവിച്ചപ്പോൾ അത്രയും അളവിൽ കിട്ടിയിട്ടുണ്ട്. മത്തങ്ങ ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഉപയോഗിക്കുള്ളൂ. 3 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1.5 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ. ഇതെല്ലാം കൂടി എഗ് ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അതില്ലെങ്കിലും തവി വെച്ച് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ള മൈദയും ബേക്കിംഗ് പൗഡറൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അരിപ്പയിലോട്ട് നമുക്ക് 2 കപ്പ് മൈദ ചേർക്കുക. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ പട്ട പൊടിച്ചത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് 1-2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. ഇനി മൈദ കുറേശ്ശെ ചേർത്ത് തവി വെച്ച് മിക്സ് ചെയ്യുക. 3-4 പ്രാവശ്യം ഇട്ടിട്ട് കുറേശ്ശെ ചേർത്താൽ മതി. ഇപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഞാൻ ഇതുപോലത്തെ സിലിക്കൺ മോൾഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് കപ്പ് ഉണ്ടെങ്കിൽ, പേപ്പർ കപ്പ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി. കപ്പിലൊരു 1/4 ഭാഗം നിറച്ചാൽ മതി. ഇത് മിക്സ് ചെയ്യണതിൻ്റെ 10 മിനിറ്റ് മുന്നേ തന്നെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം പാത്രം. ഞാനിവിടെ യൂസ് ചെയ്തിരുന്ന ഒരു അലുമിനിയത്തിൻ്റെ പാത്രമാണ്. അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ടാണ് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യേണ്ടത്. അതിലേക്ക് ഇങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് ഇറക്കി വെച്ച് കൊടുക്കുക. മീതെ റെഡ് കിസ്മിസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് 30 മിനിറ്റ് ബേക്ക് ചെയ്യണം. ചെറിയ തീയിലേ വെക്കാൻ പാടുള്ളൂ. പ്രീ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഉപ്പൊന്നും പാത്രത്തിൽ ഇട്ട് വെച്ചില്ല, വെറും റിങ് മാത്രം ഇറക്കി വെച്ചിട്ടാണ് ചൂടാക്കിയിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ബേക്ക് ചെയ്യുന്ന സമയത്ത് തീരെ ഓപ്പൺ ചെയ്ത് നോക്കരുത്. 30 മിനിറ്റായാൽ മാത്രം തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.